ഹായ് ഓൾ, എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് ഇനി വരുന്ന എക്സാമുകൾക്ക് ചോദിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. അപ്പോൾ അതുവരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. എക്സാമിന് കുറച്ച് മാസങ്ങൾ മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത് PSC ബുള്ളറ്റിനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കറണ്ട് അഫയേഴ്സും കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ ചോദിച്ചത് PSC ബുള്ളറ്റിനിൽ നിന്നായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം INS വിക്രമാദിത്യ എന്ന വിമാനവാഹിനി കപ്പലിൽ അറസ്റ്റഡ് ലാൻഡിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിജയകരമായി ഇറക്കി. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു യുദ്ധവിമാനമാണ് തേജസ്. INS വിക്രമാദിത്യ എന്ന വിമാനവാഹിനി കപ്പലിലാണ് ഇത് ഇറക്കിയത്. ആ ടെക്നിക്ക് എന്തായിരുന്നു, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ എന്തായിരുന്നു? അറസ്റ്റഡ് ലാൻഡിംഗ്. ഇത് ഉപയോഗിക്കുന്ന 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക ഷോർട്ടായിട്ട്. അടുത്തത്, ഒമാന്റെ ഭരണാധികാരിയായി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ബിൻ തൈമൂർ അൽ സഈദ് അധികാരമേറ്റു. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. ഒമാന്റെ ഭരണാധികാരിയായിട്ട് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ബിൻ തൈമൂർ അൽ സഈദ് അധികാരമേറ്റു. QR കോഡ് അടിസ്ഥാനമാക്കി ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് രാജ്യത്ത് ആദ്യമായി 2020 ഫെബ്രുവരിയിൽ നടക്കുന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കും. അപ്പൊ ആ സമയത്ത് നടപ്പിലാക്കിയ കാര്യമാണിത്. QR കോഡ് അടിസ്ഥാനമാക്കി ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് വികലാംഗർക്കും 80 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കും ആദ്യമായി പോസ്റ്റൽ ബാലറ്റ് സംവിധാനം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏർപ്പെടുത്തി. അപ്പൊ ആദ്യമായിട്ട് ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പ്, അതുപോലെ പോസ്റ്റൽ ബാലറ്റ് സംവിധാനം 80 വയസ്സ് കഴിഞ്ഞവർക്കും വികലാംഗർക്കും മുതിർന്ന പൗരന്മാർക്കും ഏർപ്പെടുത്തിയത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. പൂനെയിലെ MIT സ്കൂൾ ഓഫ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ മികച്ച നിയമസഭാ സ്പീക്കർക്കുള്ള ഐഡിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ പുരസ്കാരം കേരള നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണന് ലഭിച്ചു. പൂനെയിലെ MIT സ്കൂൾ ഓഫ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയതാണ് മികച്ച നിയമസഭാ സ്പീക്കർക്കുള്ള ഐഡിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ പുരസ്കാരം. അത് കേരള നിയമസഭാ സ്പീക്കറായ P രാമകൃഷ്ണന് ലഭിച്ചു. കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് കവചം. കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് കവചം. രാജ്യത്തെ 2ാമത്തെ സ്വകാര്യ തീവണ്ടി അഹമ്മദാബാദ് മുംബൈ തേജസ് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചു. രാജ്യത്തെ 2ാമത്തെ സ്വകാര്യ തീവണ്ടിയാണ് ഏത്? അഹമ്മദാബാദ് മുംബൈ തേജസ് എക്സ്പ്രസ് സർവീസ്. ICC പ്ലെയർ ഓഫ് ദ ഇയർ 2019 പുരസ്കാരം ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ബെൻ സ്റ്റോക്സിന് ലഭിച്ചു. 2019 മികച്ച ടെസ്റ്റ് ക്രിക്കറ്റർ അവാർഡ് പാറ്റ് കുമ്മിൻസിന് ലഭിച്ചു. ICC പ്ലെയർ ഓഫ് ദ ഇയർ 2019 ലഭിച്ചത് ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റ് താരമായ ബെൻ സ്റ്റോക്സ്. 2019 മികച്ച ടെസ്റ്റ് ക്രിക്കറ്റർ അവാർഡ് പാറ്റ് കുമ്മിൻസിനാണ് ലഭിച്ചത്. റഷ്യൻ പ്രധാനമന്ത്രിയായി മിഖായേൽ മിഷുസ്തിനെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശുപാർശ ചെയ്തു. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി ഡോക്ടർ മൈക്കേൽ ദേബബ്രത പത്രയെ നിയമിച്ചു. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി ഡോക്ടർ മൈക്കേൽ ദേബബ്രത പത്ര. ഖേലോ ഇന്ത്യ ഗെയിംസിൽ അത്ലറ്റിക് വിഭാഗത്തിൽ കേരളം ആദ്യമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ഇത് 2020 ജനുവരി കഴിഞ്ഞിട്ട് ഫെബ്രുവരിയിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ ഡോക്ടർ സുകുമാർ അഴിക്കോട് തത്വമസി പുരസ്കാരം 11,111 രൂപയാണ്. 11,111 രൂപയും ഫലകവുമാണ് ഡോക്ടർ സുകുമാർ അഴിക്കോട് തത്വമസി പുരസ്കാരം. അത് കൊല്ലം ലോകസഭാ അംഗം NK പ്രേമചന്ദ്രന് സമ്മാനിക്കും. ബംഗളൂരു ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പബ്ലിക് അഫയേഴ്സ് സെന്റർ എന്ന സംഘടനയുടെ ബെസ്റ്റ് ഗവേൺഡ് സ്റ്റേറ്റ് അവാർഡ് കേരളത്തിന് ലഭിച്ചു.
ബംഗളൂരു ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പബ്ലിക് അഫയേഴ്സ് സെന്റർ എന്ന സംഘടനയുടെ ബെസ്റ്റ് ഗവേൺഡ് സ്റ്റേറ്റ് അവാർഡ് കേരളത്തിന് ലഭിച്ചു. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം കോബി ബ്രയാൻ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം കോബി ബ്രയാൻ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. നൂതന 3D ലേസർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇന്ത്യൻ പൈതൃക സ്ഥാനങ്ങളുടെ പ്രദർശനമേളയാണ് ഇന്ത്യൻ ഹെറിറ്റേജ് ഇൻ ഡിജിറ്റൽ സ്പേസ്. അത് ഡൽഹിയിലെ ദേശീയ മ്യൂസിയത്തിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ഉദ്ഘാടനം ചെയ്തു. നൂതന 3D ലേസർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇന്ത്യൻ പൈതൃക സ്ഥാനങ്ങളുടെ പ്രദർശനമേളയായിരുന്നു ഇന്ത്യൻ ഹെറിറ്റേജ് ഇൻ ഡിജിറ്റൽ സ്പേസ്. ഡൽഹിയിലെ ദേശീയ മ്യൂസിയത്തില് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ധന സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ ആരംഭിച്ച പ്രചരണ പരിപാടി സക്ഷം. ഇന്ധന സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് സക്ഷം. രസതന്ത്രത്തിലെ അന്താരാഷ്ട്ര സംഘടനയായ IUPACയുടെ ബ്യൂറോ അംഗമായി ഇന്ത്യക്കാരനായ ബിപുൽ ബഹരി സാഹയെ തിരഞ്ഞെടുത്തു. അപ്പൊ രസതന്ത്രത്തിലെ അന്താരാഷ്ട്ര സംഘടനയായ IUPAC ബ്യൂറോ അംഗമായിട്ട് തിരഞ്ഞെടുത്ത ഇന്ത്യക്കാരനാരാണ്? ബിപുൽ ബഹരി സാഹ. 5ാമത് സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ SCIFFI 2020 ഗോവ വേദിയായി. 5ാമത്തെ സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിലായിരുന്നു. ആദ്യത്തെ ഭക്ഷ്യ സംസ്കരണ ഉച്ചകോടിക്ക് 2020 ആദ്യത്തെ ഭക്ഷ്യ സംസ്കരണ ഉച്ചകോടിക്ക് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് വേദിയായി. ലഡാക്ക്. ലഫ്റ്റനന്റ് കേണൽ യുവരാജ് മാലിക് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഡയറക്ടറായി നിയമിതനായി. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ഡയറക്ടർ ആരാണ്? ലഫ്റ്റനന്റ് കേണൽ യുവരാജ് മാലിക്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2020 പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ടിന്റെ സ്ഥാനം 84ാമതാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2020 പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ടിന്റെ സ്ഥാനം 84ാമതാണ്. തുടർച്ചയായി 3ാം വർഷവും ജപ്പാൻ പാസ്പോർട്ടാണ് 1ാം സ്ഥാനം. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ജപ്പാനാണ് 1ാം സ്ഥാനം. 43 കിലോമീറ്ററിന് മുകളിൽ പ്രഹരശേഷിയുള്ള 51ാം K9 വജ്ര ടാങ്ക് സേനയ്ക്ക് കൈമാറി. 43 കിലോമീറ്ററിന് മുകളിൽ പ്രഹരശേഷിയുള്ള 51ാം K9 വജ്ര ടാങ്ക് സേനയ്ക്ക് കൈമാറി. 19ാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് 2020 ഇന്ത്യ വേദിയായി. 19ാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് എവിടെ നടന്നു? ഇന്ത്യയിലാണ് നടന്നത്. 29ാം സരസ്വതി സമ്മാനത്തിന് സിന്ധി സാഹിത്യകാരനായ വാസുദേവ് മോഹിയുടെ ചെക്ക് ബുക്ക് എന്ന ചെറുകഥാ സമാഹാരം അർഹമായി. 29ാം സരസ്വതി സമ്മാനം സിന്ധി സാഹിത്യകാരനായ വാസുദേവ് മോഹി അദ്ദേഹത്തിന്റെ ചെക്ക് ബുക്ക് എന്ന ചെറുകഥാ സമാഹാരമാണ് അർഹമായത്. അണ്ടർ 19 ICC ലോകകപ്പ് ക്രിക്കറ്റിന് സൗത്ത് ആഫ്രിക്ക വേദിയായി. അണ്ടർ 19 ICC ലോകകപ്പ് ക്രിക്കറ്റിന് സൗത്ത് ആഫ്രിക്ക വേദിയായി. റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന വ്യോമ പ്രതിരോധ സംവിധാനം S-400. റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് S-400. ദേശീയ സെൻസെക്സ് 2021, ദേശീയ ജനസംഖ്യ രജിസ്റ്റർ പുതുക്കൽ എന്നിവ ചർച്ച ചെയ്യുവാനായി ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ കോൺഫറൻസിന് ഡൽഹി വേദിയായി. ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ, അത് നോട്ട് ചെയ്യുക, ഡോക്ടർ വിവേക് ജോഷി. ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ഡോക്ടർ വിവേക് ജോഷി. ദേശീയ ദുരന്ത നിവാരണ സേന അതിന്റെ സ്ഥാപിച്ചത് എന്നായിരുന്നു? 2006 ജനുവരി 18 അത് സ്ഥാപിച്ചത്.
അതിന്റെ 15-ാം വാർഷികം ആഘോഷിച്ചു 2020. ഡയറക്ടർ സത്യനാരായൺ പ്രധാൻ. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 15-ാം വാർഷികം ആഘോഷിച്ചു ഡയറക്ടർ സത്യനാരായൺ പ്രധാൻ. മിസോറാമിലെ പ്രധാനപ്പെട്ട കാർഷിക വിളവെടുപ്പ് ഉത്സവം ചപ്ചർ കുട്ട്. മിസോറാമിലെ പ്രധാനപ്പെട്ട കാർഷിക വിളവെടുപ്പ് ഉത്സവം ചപ്ചർ കുട്ട്. ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടെ തിരഞ്ഞെടുക്കപ്പെട്ടു. ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി കേന്ദ്രമന്ത്രിയായ അർജുൻ മുണ്ടെ തിരഞ്ഞെടുക്കപ്പെട്ടു. DRDO വികസിപ്പിച്ച 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള K4 ആണവ മിസൈൽ വിശാഖപട്ടണത്ത് നിന്നും വിജയകരമായി പരീക്ഷിച്ചു. DRDO വികസിപ്പിച്ച K4 ആണവ മിസൈൽ അതിന് എത്ര ദൂരം വരെ പോകാൻ പറ്റും? 3500 കിലോമീറ്റർ. വിശാഖപട്ടണത്ത് നിന്നാണ് പരീക്ഷിച്ചത്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ ഭീരത് നഗറിൽ ഇന്ത്യ നേപ്പാൾ സംയോജിത ചെക്ക് പോസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേപ്പാൾ പ്രധാനമന്ത്രി ഖദ്യ പ്രസാദ് ശർമ്മ ഒലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. എവിടെയാണ്? ഭീരത് നഗറിൽ. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 50-ാം വാർഷിക സമ്മേളനം സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ നടന്നു. വേൾഡ് എക്കണോമിക് ഫോറം അതിന്റെ 50-ാം വാർഷികം സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ. ആ സമ്മേളനത്തിന്റെ സന്ദേശം എന്തായിരുന്നു? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫോർ എ കൊഹസീവ് ആൻഡ് സസ്റ്റൈനബിൾ വേൾഡ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫോർ എ കൊഹസീവ് ആൻഡ് സസ്റ്റൈനബിൾ വേൾഡ്. ഇന്ത്യൻ വ്യോമസേന സുഖോയ് 30 MKI വിമാനവ്യൂഹത്തെ സേനയിൽ ഉൾപ്പെടുത്തി. സുഖോയ് 30 MKI എന്ന വിമാനവ്യൂഹത്തെ ഇന്ത്യൻ വ്യോമസേന സേനയിൽ ഉൾപ്പെടുത്തി. ശബ്ദ അതിവേഗ മിസൈലായ ബ്രഹ്മോസ് ഘടിപ്പിക്കുവാൻ കഴിയുന്ന യുദ്ധവിമാനമാണിത്. സുഖോയ് 30 MKI. ശബ്ദ അതിവേഗ മിസൈലായ ബ്രഹ്മോസ് ഘടിപ്പിക്കുവാൻ കഴിയുന്ന യുദ്ധവിമാനമാണിത്. ഇന്ത്യയുടെ 71-ാം റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യാതിഥി ആരായിരുന്നു? ബ്രസീലിയൻ പ്രസിഡന്റ് JM ബോൾസോനാരോ. ഇന്ത്യയുടെ 71-ാം റിപ്പബ്ലിക് പരേഡിന്റെ കാര്യമാണ് പറയുന്നത്. മുഖ്യാതിഥി ആരായിരുന്നു? ബ്രസീലിയൻ പ്രസിഡന്റ് JM ബോൾസോനാരോ. സ്കൂളുകളിൽ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ഭരണഘടനയുടെ ആമുഖം വായിക്കുവാൻ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചു. ഏത് സർക്കാർ അല്ലെ ഏത് സ്റ്റേറ്റിലാണ് അങ്ങനെയുള്ളത്? സ്കൂളുകളിൽ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ഭരണഘടനയുടെ ആമുഖം വായിക്കണം എന്ന് പറഞ്ഞത് മഹാരാഷ്ട്ര സർക്കാരാണ്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബൽ പുരസ്കാരം 2020 രാഷ്ട്രപതി കുട്ടികൾക്ക് സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബൽ പുരസ്കാരം 2020 രാഷ്ട്രപതി കുട്ടികൾക്ക് സമ്മാനിച്ചു. ഇതെല്ലാം ഫെബ്രുവരി 2020 കാര്യങ്ങളാണ്. ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് സ്പോർട്സിൽ ഗുസ്തി താരം യോഗേശ്വർ ദത്തിനെയും പാരാലിമ്പ്യൻ ദീപ മാലിക്കിനെയും ഉൾപ്പെടുത്തി. ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് സ്പോർട്സിൽ ഗുസ്തി താരമായ യോഗേശ്വർ ദത്ത്, ആ പേര് ഓർക്കുക, യോഗേശ്വർ ദത്ത് ഗുസ്തി താരം, പാരാലിമ്പ്യൻ ദീപ മാലിക്. VK മൽഹോത്രയാണ് AICSന്റെ പ്രസിഡന്റ്. AICSന്റെ പ്രസിഡന്റ്. ഇന്ത്യയിൽ ആദ്യമായി കാർഷിക ഭൂമി പാട്ടത്തിന് നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ്. കാർഷിക ഭൂമി പാട്ടത്തിന് നൽകുന്ന പദ്ധതി ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയിൽ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയിൽ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യം ഫ്രാൻസ്. ഗഗൻയാൻ പദ്ധതിയുടെ പരീക്ഷണ വിക്ഷേപണങ്ങൾക്കായി ISRO നിർമ്മിച്ച റോബോട്ട് വ്യോമമിത്ര. ഗഗൻയാൻ പദ്ധതിയുടെ പരീക്ഷണ വിക്ഷേപണങ്ങൾക്കായി ISRO നിർമ്മിച്ച റോബോട്ടാണ് വ്യോമമിത്ര. The Forum of the Election Management Bodies
ഓഫ് സൗത്ത് ഏഷ്യയുടെ ചെയർമാനായി ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ തിരഞ്ഞെടുക്കപ്പെട്ടു. എന്തിലാണ്? ദ ഫോറം ഓഫ് ദ ഇലക്ഷൻ മാനേജ്മെന്റ് ബോഡീസ് ഓഫ് സൗത്ത് ഏഷ്യ. ദ ഫോറം ഓഫ് ദ ഇലക്ഷൻ മാനേജ്മെന്റ് ബോഡീസ് ഓഫ് സൗത്ത് ഏഷ്യ, അതിന്റെ ചെയർമാനായി ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ സുനിൽ അറോറ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വർഷത്തെ ദേശീയ സമ്മതിദായക ദിനത്തിന്റെ സന്ദേശം, ദേശീയ സമ്മതിദായക ദിനം അല്ലെങ്കിൽ വോട്ടേഴ്സ് ഡേ എന്നാണ്. വോട്ടേഴ്സ് ഡേ ജനുവരി 25ന്റെ സന്ദേശം ഇലക്ടോറൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി. ഇലക്ടോറൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി. ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് നിലവിൽ വന്നത് ഭോപ്പാൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് നിലവിൽ വന്നത് എവിടെയാണ്? മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. പച്ചക്കറി ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പച്ചക്കറി ഉൽപാദനം പശ്ചിമ ബംഗാൾ. കൊറോണ വൈറസിന്റെ ഉത്ഭവസ്ഥാനമെന്ന് കരുതുന്ന ചൈനീസ് നഗരം വുഹാൻ. കൊറോണ വൈറസ് അവർ പറയുന്നത് കിരീടം എന്നർത്ഥമുള്ള ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് കൊറോണ എന്ന പദം ഉടലെടുത്തത്. ചൈനീസ് നഗരം ഏതാണ്? വുഹാൻ. അവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം കോട്ടയം ജില്ലയിൽ ആണ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. വൈക്കം സത്യാഗ്രഹം സ്മാരക ഗാന്ധി മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കാൻ പോകുന്നത്? കോട്ടയം ജില്ലയിലാണ്. ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച ലക്ഷ്മി അഗർവാൾ എന്ന വനിതയുടെ ജീവിത കഥ പ്രമേയമാക്കി മേഘന ഗുൽസാർ സംവിധാനം ചെയ്ത് ദീപിക പദുക്കോൺ വേഷമിട്ട ചലച്ചിത്രം ഏതാണ്? ചപക്. ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച ലക്ഷ്മി അഗർവാൾ എന്ന വനിതയുടെ ജീവിതകഥ പ്രമേയമാക്കി മേഘന ഗുൽസാർ, ആരാണ് സംവിധാനം ചെയ്തതെന്ന് ഓർക്കണം, മേഘന ഗുൽസാർ. ദീപിക പദുക്കോൺ ആണ് ആ വേഷമിട്ടത്. അത് സിനിമയുടെ പേര് ചപക്. 2020 കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി മുണ്ടൂർ. 2020 കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി മുണ്ടൂർ, പാലക്കാട്. 2020 പത്മഭൂഷൺ നേടിയ മലയാളിയായ ആത്മീയ ആചാര്യൻ. 2020 പത്മഭൂഷൺ നേടിയ മലയാളിയായ ആത്മീയ ആചാര്യൻ എം മുംതാസ് അലി. എം മുംതാസ് അലി. തൂലിക നാമം ശ്രീ എം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിന്ന് പത്മശ്രീ നേടിയ മലയാളി കെ എസ് മണിലാൽ. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിന്ന് പത്മശ്രീ നേടിയ മലയാളി ശ്രീ കെ എസ് മണിലാൽ. അപ്പൊ ഇത്രയാണ് ഒരു 50 ചോദ്യങ്ങളുള്ളത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കഴിഞ്ഞ മാസത്തെയും കൂടി പഠിക്കാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. നിങ്ങളുടെ കമന്റ്സും ലൈക്സും, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും തരുവാൻ ഓർക്കുക. താങ്ക് യു.